ഹലോ ഗായ്സ്, അപ്പോൾ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഞങ്ങളൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇന്ന് ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ 2007 Audi A4 വാഗനാണ്. ഈ പിന്നി കാണുന്ന വണ്ടിയാണ്. വണ്ടി കണ്ടത് തന്നെ അറിയാം, ഒരു അത്യാവശ്യം ഒരു സ്ലീക്ക് ലുക്കുള്ളൊരു വണ്ടിയാണ്. ഒരു സ്ലീപ്പർ ലുക്കാണ് വണ്ടിക്ക്. വണ്ടി അത്യാവശ്യം പ്രീവിയസ് ഓണർ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളൊരു വണ്ടിയാണ്. വണ്ടിയുടെ പെയിൻറ്റ് കണ്ടീഷൻ വൈസ് നോക്കിയാലും വണ്ടി മൊത്തത്തിൽ വണ്ടിയുടെ കണ്ടീഷൻ നോക്കിയാലും വണ്ടി അത്യാവശ്യം നല്ല നീറ്റാണ്. അപ്പോൾ വണ്ടിയുടെ എഞ്ചിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയിൽ വരുന്നത് 2 ലിറ്റർ ടർബോ ചാർജ് ഇൻലൈൻ 4 സിലിണ്ടർ എഞ്ചിനാണ് വരുന്നത്. പവർ ഫിഗർ വരുന്നത് 200 ഹോഴ്സ് പവറും 207 പൗണ്ട് ഫീറ്റ് ഓഫ് ടോർക്കുമാണ് വരുന്നത്. പിന്നെ കാറിൽ ഓൾ വീൽ ഡ്രൈവ് സിസ്റ്റമാണുള്ളത്. ഓഡി അതിനെ ക്വാട്രോ എന്നാണ് വിളിക്കുന്നത്. ഓഡിയുടെ ഓൾ വീൽ ഡ്രൈവ് സിസ്റ്റം സൂബറുവിൻ്റെ സിമെട്രിക്കൽ ഓൾ വീൽ ഡ്രൈവ് സിസ്റ്റം പോലെ തന്നെ അത്യാവശ്യം പേര് കേട്ടിട്ടുള്ളത് തന്നെയാണ്. ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ വണ്ടി വരുന്നത് 2007 ആണ്. അപ്പോൾ ഇതിൻ്റെ ജനറേഷൻ വരുന്നത് B7 ജനറേഷനാണ് വരുന്നത്. 2005 മുതൽ 2009 വരെയുള്ള കാറുകളാണ് B7 ജനറേഷൻ വരുന്നത്. അപ്പോൾ B7 എഞ്ചിനിൽ വരുന്നത് ടൈമിംഗ് ബെൽറ്റ് ഉള്ള എഞ്ചിനാണ് വരുന്നത്. അപ്പോൾ B8 തൊട്ടാണ് അവർ ടൈമിംഗ് ചെയിൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അത് ഒരു അട്ടർ ഫെയിലിയർ ആയിരുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. കാരണം 2010 തൊട്ട് 2012 വരെയുള്ള വണ്ടികളിൽ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്ത ടൈമിംഗ് ചെയിനിൽ ഒത്തിരി ഫെയിലിയേഴ്സ്, ടൈമിംഗ് ചെയിൻ ടെൻഷനറിൻ്റെ ഫെയിലിയർ തൊട്ട് ഒത്തിരി ഫെയിലിയേഴ്സ്, ഓയിൽ കൺസംഷൻ മുതലായിട്ടുള്ള മേജർ ഇഷ്യൂസ് ഒരുപാടുള്ളതാണ്. അതുകൊണ്ട് തന്നെ B8 ജനറേഷൻ വെച്ച് നോക്കുമ്പം ഇതിൻ്റെ ഓയിൽ കൺസംഷനും അതുപോലെ കൂളൻ കൺസംഷൻ അതുപോലെ ടൈമിംഗ് ചെയിൻ ഇഷ്യൂ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഈ B7 ജനറേഷൻ ഫാർ ബെറ്ററാണ്. റിലയബിലിറ്റി വൈസ് നോക്കി കഴിഞ്ഞാലും നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി വൈസ് നോക്കിക്കഴിഞ്ഞാലും ഈ B7 ജനറേഷൻ ആയിരിക്കും ഫാർ ബെറ്റർ. ഒക്കെ വണ്ടിയുടെ ഒപ്പം എൻജിൻ ബേ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. മോഡിഫിക്കേഷൻ വൈസ് ഈ വണ്ടിയിൽ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ECS ട്യൂണിങ്ങിൻ്റെ എയർ ഇൻടേക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ കോയിൽ പാക്സ് നോക്കി കഴിഞ്ഞാൽ ആഫ്റ്റർ മാർക്കറ്റ് അപ്ഗ്രേഡഡ് കോയിൽ പാക്സ് ആണ് വണ്ടിക്ക് വരുന്നത്. പിന്നെ എൻജിൻ ബേ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. നമുക്കിപ്പം വണ്ടിയിൽ വർക്ക് ചെയ്യണമെങ്കിലും അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഒട്ടും കൺജസ്റ്റഡ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ 2007 വണ്ടിയാണെങ്കിലും നമ്മൾ ഈ എൻജിൻ ബേ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അത്രയും പഴക്കം തോന്നിക്കില്ല. അത്യാവശ്യം നല്ല നീറ്റ്ലി മെയിൻറ്റെയിൻഡ് ആണ്. ഇപ്പോൾ ഇതാണ് ഇപ്പോൾ നമ്മൾ മുമ്പേ പറഞ്ഞ 2 ലിറ്റർ ഇൻലൈൻ 4 സിലിണ്ടർ എൻജിൻ വരുന്നത്. ഇതിൻ്റെ ടൈമിംഗ് ബെൽറ്റ് കാര്യങ്ങളൊക്കെ വരുന്നത് ഇവിടെ ഫ്രണ്ടിൽ തന്നെയാണ്. അത്യാവശ്യം നല്ല ആക്സസിബിൾ ആണ്. നമുക്കിപ്പം ടൈമിംഗ് ബെൽറ്റ് റീപ്ലേസ് ചെയ്യണമെങ്കിലും വർക്ക് ചെയ്യണമെങ്കിലും ഒക്കെ അത്യാവശ്യം ആക്സസിബിൾ ആണ്. വണ്ടിയുടെ സൈഡ് പ്രൊഫൈൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും വണ്ടി ലോവേർഡ് ആണ്. വണ്ടി ലോവർ ചെയ്തിരിക്കുന്നത് ടീൻ സസ്പെൻഷൻ്റെ കോയിൽ ലോവേഴ്സ് വെച്ചാണ് ലോവർ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഫിറ്റ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് പെർഫെക്റ്റ് ഫിറ്റ്മെൻ്റ് ആണ്. ഇപ്പോൾ എനിക്ക് പേഴ്സണലി എനിക്ക് അത്യാവശ്യം താല്പര്യമുള്ളൊരു ടൈപ്പ് ഫിറ്റ്മെൻ്റ് ആണ്. അത്യാവശ്യം ഫ്ലഷ് ഫിറ്റ്മെൻ്റ് ആണ്. റിയർ ടയർ നോക്കിക്കഴിഞ്ഞാൽ ഒരു പൊടിക്ക് ഒരു 5 മില്ലി സ്പേസും കൂടി ഇട്ട് കഴിഞ്ഞാൽ പെർഫെക്റ്റ് എന്ന് പറയാൻ പറ്റും. പക്ഷേ എന്നിരുന്നാലും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇത് കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഇത് വിൻ്റർ ടയറാണ് ഇപ്പോൾ വണ്ടി കിടക്കുന്നത്. ഒബ്വിയസ്ലി വിൻ്റർ ആയിരുന്നു, സമ്മർ സീസണൊക്കെ വരുന്നതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു നല്ല ഓഫ്സെറ്റ് ഉള്ളൊരു സമ്മർ വീൽസ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല, വണ്ടി ഒട്ടുക്കത്തെ ലുക്കായിരിക്കും. അതുപോലെ നമ്മൾ ഈ വണ്ടി കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ഞാനും വിനീതണ്ണനും പറയുമായിരുന്നു ഈ വണ്ടിയുടെ ക്രോം ഫിനിഷ് എന്തോ ഈ വണ്ടിക്ക് അത്യാവശ്യം നന്നായിട്ട് ചേരുന്നുണ്ട്. നമ്മൾ ഇപ്പോൾ എൻ്റെ വണ്ടിക്കാണെങ്കിലും അതുപോലെ നമ്മൾ ഫ്രണ്ട്സിൻ്റെ വണ്ടികൾക്കൊക്കെ കുറേ ക്രോം ഡിലീറ്റ് ആണ് ഞങ്ങൾ പ്രിഫർ ചെയ്തിരുന്നത്. പക്ഷേ ഈ വണ്ടിക്ക് എന്തോ ഈ പെയിൻറ്റ് കൊണ്ടാണോ അതോ വാഗൺ ആയതുകൊണ്ടാണ് എന്തോ ഈ ക്രോം എന്തോ നന്നായിട്ട് ചേരുന്നുണ്ട്. അതുപോലെ ഈ റൂഫ് സ്പോയിലറും കാര്യങ്ങളൊക്കെ ഒരു ക്രോം ഫിനിഷ് വരുന്നുള്ളത് കൊണ്ടായിരിക്കണം നമുക്ക് ഈ ട്രിമ്മും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ലൊരു ഭംഗിയായിട്ട് തോന്നുന്നത്. പിന്നെ വാഗൺ ആയതുകൊണ്ട് തന്നെ നല്ലൊരു ബൂട്ട് സ്പേസ് വണ്ടിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഡെയിലി ആയിട്ട് കൊണ്ടു നടക്കാനും പറ്റുന്നവർക്ക് ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ വണ്ടിയുടെ ബൂട്ട് സ്പേസ് ഒന്ന് കാണിക്കാം. അപ്പോൾ ഇതാണ് വണ്ടിയുടെ ബൂട്ട് സ്പേസ് വരുന്നത്. ഒബ്വിയസ്ലി സെഡാനെയൊക്കെ വെച്ച് കമ്പയർ ചെയ്ത് വെച്ച് നോക്കുമ്പോൾ നല്ലൊരു ബൂട്ട് സ്പേസ് തന്നെയുണ്ട്. പിന്നെ ഇത് വാഗൺ ആയതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ അത്യാവശ്യം ഒരു ടോൾ സാധനം എന്തൊക്കെയാണെങ്കിലും നമുക്ക് നേരെ ഈ സീറ്റ് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള ടോളായിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങളും നമുക്ക് ലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ ഈ വണ്ടിക്ക് വരുന്നത് വൈബ്രൻറ്റ് പെർഫോമൻസിൻ്റെ ഒരു ആക്സിൽ ബാക്ക് എക്സോസ്റ്റ് ആണ് വരുന്നത്. അത്യാവശ്യം നല്ല സൈസുള്ളൊരു ടിപ്പ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഓൾമോസ്റ്റ് ഫിസ്റ്റ് സൈസ് വലിപ്പമുള്ളൊരു ടിപ്പാണ് വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു ഡീപ്പർ നോട്ട് വരുന്ന ഒരു എക്സോസ്റ്റ് സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത്.
ഇൻറ്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ലെതർ സ്റ്റിയറിംഗ് വീല് കാണാൻ പറ്റും. അത്യാവശ്യം നല്ല സ്റ്റിച്ചിങ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഡിജിറ്റൽ ക്ലസ്റ്റർ നോക്കിക്കഴിഞ്ഞാൽ ടോപ്പ് സ്പീഡ് 280 km/h ആണ്. RPM വരുന്നത് 7000 റെഡ് ലൈനാണ്. അതുപോലെ ട്രിമ്മും കാര്യങ്ങളൊക്കെ വരുന്നത് അലുമിനിയം ട്രിമ്മാണ്. നമ്മുടെ വണ്ടിയുടെ പുറത്തെ ആക്സെൻറ്റുമായിട്ട് അത്യാവശ്യം ചേരുന്ന രീതിയിലുള്ള അലുമിനിയം ട്രിമ്മാണ് കൊടുത്തിരിക്കുന്നത്. ക്വാട്ടോടെ ഒരു ബാഡ്ജും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വണ്ടിക്ക് വരുന്നത് 6 സ്പീഡ് ടിപ്ട്രോണിക് ട്രാൻസ്മിഷനാണ് വരുന്നത്. അതുപോലെ വണ്ടിയുടെ ഇൻറ്റീരിയർ നോക്കി കഴിഞ്ഞാൽ 2007 വണ്ടിയുടെ ഒരു പഴക്കം നമുക്ക് തോന്നിക്കത്തില്ല. അവിടെ ഇവിടെയെല്ലാം നമുക്ക് സ്പീക്കേഴ്സ് കാണാൻ പറ്റും. അത്യാവശ്യം നല്ലൊരു മ്യൂസിക് സിസ്റ്റം തന്നെയാണ് വണ്ടിയിൽ വരുന്നത്. അതുപോലെ സീറ്റ് നോക്കി കഴിഞ്ഞാൽ ലെതർ സീറ്റ്സ് ആണ് വരുന്നത്. അത്യാവശ്യം കംഫർട്ടബിൾ ആണ് സീറ്റ്സും കാര്യങ്ങളൊക്കെ. അതുപോലെ ഞാൻ വണ്ടിയിൽ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ വണ്ടിയിൽ മെമ്മറി സീറ്റ്സ് വരുന്നുണ്ട്. 2007 വണ്ടിയാണെന്ന് ഓർക്കണം. അതിൽ മെമ്മറി സീറ്റ്സ് വരുന്നുണ്ട്. നമുക്ക് 4 മെമ്മറി ഓപ്ഷൻസ് വരെ നമുക്ക് സേവ് ചെയ്യാൻ വെക്കാൻ പറ്റും. അപ്പോൾ ഈ പറഞ്ഞ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നോക്കുന്ന ഒരു കാറാണെങ്കിൽ Audi A4 B7 ജനറേഷൻ ഒരു നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. അതുപോലെ തന്നെ B8 ജനറേഷനിൽ 2010 തൊട്ട് 2012 വരെയുള്ള Audi 2 ലിറ്റർ ടർബോ എഞ്ചിനിൽ നിന്ന് മാക്സിമം സ്റ്റേവേ ചെയ്യുക. വണ്ടി ഒത്തിരി കംപ്ലയിൻസ് ഉള്ളൊരു എഞ്ചിനാണ്. പക്ഷേ അതിൻ്റെ ഡീസൽ എഞ്ചിൻ വരുന്നുണ്ട് 2 ലിറ്റർ ടർബോ തന്നെ. അത് നേരെ ക്വൈറ്റ് ഓപ്പോസിറ്റാണ്. നല്ല റിലയബിൾ എഞ്ചിനാണ്, ഹൈ മൈലേജ് ഓടുന്ന വണ്ടിയാണ്. അതൊരു നല്ല ഓപ്ഷനാണ്. അതുപോലെ ഫ്രണ്ട് ബമ്പർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഫ്രണ്ട് ലിപ്പ് വരുന്നുണ്ട്. അത് പെയിൻറ്റ് മാച്ച്ഡ് ഫ്രണ്ട് ലിപ്പാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വണ്ടിയുടെ ഫ്രണ്ട് എൻഡ് അത്യാവശ്യം നല്ല ലോ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ വണ്ടിയുടെ ഓണർ നമ്മുടെ ഫ്രണ്ട് അരുൺജിത്ത് ബ്രോനെ നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ ഇതാരും അരുൺജിത്ത് ബ്രോ നമ്മുടെ ഫ്രണ്ടാണ്. ആൾ ഓൺ ചെയ്യുന്ന വണ്ടിയാണിത്. ആളൊരു ചെറിയ കില്ലാടിയാണ്. അപ്പം അരുൺജിത്ത് ബ്രോയുടെ ഡെയിലി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഡെയിലി കാറായിട്ട് ആളെടുത്തിരിക്കുന്ന ഒരു വണ്ടിയാണ് A4. അപ്പം വൈ Audi ആസ് എൻ ഡെയിലി ഡ്രൈവർ? ഞാനത് എടുക്കാനായിട്ട് കുറച്ച് കാരണങ്ങളുണ്ട്. ഒന്നാമത്തത് നമ്മൾ ക്യാൻഡേലാണ്. അപ്പം സമ്മറും വിൻ്ററും ഉണ്ട്. അപ്പോൾ വിൻ്ററിലെ ക്വാട്രോ എന്ന് പറയുന്ന സാധനം ഓഡിനെ കഴിഞ്ഞിട്ട് വേറൊരു BM ഞാൻ കമ്പയർ ചെയ്തായിരുന്നു, ബെൻസ് ഞാൻ കമ്പയർ ചെയ്തായിരുന്നു. ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ആസ് എ പേഴ്സൺ ഹു ഹാസ് ബീൻ ഇൻ കാനഡ ഫോർ എ ലോങ് ടൈം ഐ തിങ്ക് ക്വാട്രോ ഇസ് ദ ബെസ്റ്റ്. സോ ദാറ്റ്സ് വൺ ഓഫ് ദ റീസൺ. പിന്നെ വെരി ഫൺ ടു ഡ്രൈവ്. പിന്നെ നല്ല ഗ്യാസ് മൈലേജ് കിട്ടുന്നുണ്ട്. പിന്നെ ഓവറോൾ ഞാൻ നോക്കിയിട്ട് ഞാൻ കുറച്ച് നാൾ തപ്പി കണ്ടുപിടിച്ച് നടന്നിട്ട് പിന്നെ വാഗൺ എനിക്ക് സ്റ്റൈല് ഭയങ്കര ഇഷ്ടമാണ്. സോ ദാറ്റ്സ് അനദർ റീസൺ. അതെ അതെ. അതുപോലെ എനിക്ക് നേരത്തെ ആസ് എ കിഡ് എനിക്ക് വാഗനോട് ഒട്ടും താല്പര്യമില്ലാത്ത ഒരാളായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി മെച്യൂർ ആയതുകൊണ്ടൊക്കെ ആയിരിക്കണം എനിക്കിപ്പോൾ വാഗനോട് ഭയങ്കര താല്പര്യമാണ്. എനിക്ക് ഈ വണ്ടി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ എൻ്റെ E90 എടുക്കുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ നോക്കി നടന്നത് ഒരു E91 വാഗണായിരുന്നു. പക്ഷേ E91 6 സ്പീഡ് അത്യാവശ്യം റെയറാണ് കാനഡയിൽ, നോർത്ത് അമേരിക്കയിൽ. അതുകൊണ്ട് തന്നെ നമുക്ക് എൻ്റെ ഒരു ബഡ്ജറ്റിൽ എനിക്ക് വണ്ടി കിട്ടിയില്ല. അതുകൊണ്ടാണ് ഞാനൊരു E90യിലേക്ക് പോയത്. പക്ഷേ ഈ ഒരു വണ്ടി അടിപൊളി വണ്ടിയാണ്. എനിക്ക് ഇതിൻ്റെ ഫിറ്റ്മെൻറ്റും കാര്യങ്ങളും വണ്ടി മൊത്തത്തിൽ ബോഡി വൈസ് അടിപൊളിയാണ്. ജർമ്മൻ വണ്ടികൾ എടുക്കാൻ നേരത്ത് എല്ലാവരുടെയും ഉള്ളിലുള്ളൊരു പേടിയാണ് ഇത് മെയിൻ്റനൻസ് വൈസ് എങ്ങനെയുണ്ടാകും എന്നുള്ളത്. മെയിൻ്റനൻസ് എനിക്ക് പറയുകയാണെങ്കിൽ പ്രോപ്പർ മെയിൻ്റനൻസ് കൊണ്ട് നടക്കുകയാണെങ്കിൽ ലൈക്ക് ഒരു 5 to 6K ഉള്ളിൽ തന്നെ ഞാൻ ഓയിൽ ചേഞ്ചും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പം അങ്ങനെ ചെയ്തുകൊണ്ട് നടന്ന് വണ്ടി ടേക്ക് കെയർ ചെയ്യുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ജർമ്മൻ അത്ര ഒരു പ്രശ്നമുള്ള കേസാണെന്ന്. അതെ. പിന്നെ പാർട്സും കാര്യങ്ങളൊക്കെ വില കൂടുതലാണോ എന്ന് ചോദിച്ചാൽ ആണ്. ബട്ട് ആസ് ഫോർ മീ എനിക്ക് അഫോർഡബിൾ ആണ് എല്ലാം കൊണ്ടും. സോ അത് മാത്രമല്ല ഇപ്പോൾ ഹൈവേ കമ്പയർ ചെയ്യുകയാണെങ്കിൽ എനിക്ക് എൻ്റെ നേരത്തെ ഉണ്ടായിരുന്ന എല്ലാ വണ്ടികളൊക്കെ കൂടുതൽ മൈലേജ് എനിക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല കംഫോർട്ട് ഉണ്ട്. അതുപോലെ തന്നെ വേണ്ട പവറും എനിക്ക് കിട്ടുന്നുണ്ട്. ഈവൻ മൈലേജ് അധികം കോംപ്രമൈസ് ചെയ്യാതെ തന്നെ ഹൈവേയിലൊക്കെ എനിക്ക് നല്ല പവറും കിട്ടുന്നുണ്ട്. സോ ഓവറോൾ ഞാൻ നോക്കുമ്പോഴത്തേക്കും എനിക്ക് ഇന്നേ വരെ ഒരു എന്താ പറയുക ഒരു ഗാരേജ് കെപ്റ്റ് ആയിട്ട് കൊണ്ടു നടക്കേണ്ട ഒരു സാധനമാണോ എന്ന് ചോദിച്ചാൽ അല്ല. എനിക്കിത് ഓൾ ദ ഇയർ റൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ ഫോർ മീ ഇറ്റ് വാസ് ലൈക്ക് ഇറ്റ് ഈസ് എ ക്യാച്ച്. അതെ. ഓക്കെ. അപ്പം ഓൾ ഇയർ അറൗണ്ട് കൊണ്ടേ നടക്കാൻ പറ്റിയൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഡെയിലി കാറാണ് നോക്കുന്നതെങ്കിൽ അതാ Audi A4 നിങ്ങൾക്കൊരു ഓപ്ഷനായിട്ട് ചൂസ് ചെയ്യാൻ പറ്റുന്നൊരു കാറാണ്. വാഗൻ ഇഷ്ടമുള്ളവർക്ക് വാഗൻ ചൂസ് ചെയ്യാം. ഇതിൻ്റെ തന്നെ സെഡാൻ ഓപ്ഷൻ വരുന്നുണ്ട്. B7 ജനറേഷനാണ് വണ്ടി വരുന്നത്. 2 ലിറ്റർ ടർബോ ടൈമിംഗ് ബെൽറ്റാണ് വണ്ടിക്ക് വരുന്നത്. അപ്പോൾ ഈ വണ്ടി നമുക്ക് ചാനലിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാനൊരു ചാൻസ് നമ്മുടെ അരുൺജിത്ത് ബ്രോയ്ക്ക് താങ്ക്സ്. അപ്പം ഇതുപോലുള്ള വേറെ വീഡിയോസുമായിട്ട് നമ്മൾ വരുന്നതാണ്. അപ്പോൾ വരേക്കും പീസ്.